അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ടൂർണമെൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. യുവേഫ നാഷൻസ് ലീഗ് ഫസ്റ്റ് സെമി ഫൈനലായിരുന്നു ഇന്നലെ ജർമ്മനി അഗെയിൻസ്റ്റ് പോർച്ചുഗൽ ആൻഡ് സെക്കൻഡ് വൺ ഇന്ന് നടക്കുന്നുണ്ട് സ്പെയിൻ അഗെയിൻസ്റ്റ് ഫ്രാൻസ്. നല്ലൊരു ഗെയിമായിരുന്നു ഇന്നലെ. ആസ് എ ജർമ്മൻ ഫാൻ ഡിസപ്പോയിൻറ്റഡ് ആണ് ഓഫ് കോഴ്സ്. പക്ഷേ ഒരു പോർച്ചുഗലിനൊരു ഡിസേർവ്ഡ് വിന്നായിരുന്നു. നന്നായി കളിച്ചു, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും നന്നായിട്ട് പോർച്ചുഗൽ കളിച്ചു. ജർമ്മനി നമ്മൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ ഒരു 4 കീ പ്ലെയേഴ്സാണ് മിസ്സിങ് ഉള്ളത്. ഇന്നലെ അറ്റാക്കിലുള്ള ജമാൽ മുസിയാല, കൈ ഹാവർട്സ്, ഡിഫെൻസിലുള്ള സ്ക്ലോട്ടർബാക്ക് ആൻഡ് ടോണി റൂഡിഗർ ആസ് വെൽ. അപ്പോൾ നമ്മളൊരു ജയം പ്രതീക്ഷിച്ചിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഫൈറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഫൈറ്റ് ചെയ്ത് തന്നെയാണ് തോറ്റത്. കുഴപ്പമില്ല. നല്ല ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഉള്ളൊരു ഗെയിമായിരുന്നു. CR7 ഒരു സെക്കൻഡ് ഗോൾ, അതൊരു ഓഫ് സൈഡ്, അതിൻ്റെ ഒരുപാട് ഡിബേറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ബട്ട് ആസ് മൈ ഒപ്പീനിയൻ അതൊരു ഓഫ് സൈഡ് ഗോളാണ്. ആസ് മൈ ഒപ്പീനിയൻ ബിക്കോസ് ഫൂട്ട് ഓക്കെ, CR7 ഫൂട്ട് ഓഫ് സൈഡിൻ്റെ ബാക്കിലാണെങ്കിൽ ആളുടെ ബോഡി പുറത്താണ്. അതിൻ്റെ എക്സാക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് ഓഫ് സൈഡ് ആണെന്നാണ്. ബിക്കോസ് ലാസ്റ്റ് സെയിം ഇൻസിഡൻറ്റ് നമുക്ക് യൂറോ 24 പോർച്ചുഗൽ അഗെയിൻസ്റ്റ് ചെക്ക് റിപ്പബ്ലിക് ഉണ്ടായിട്ടുണ്ട്. ഡിയോഗോ ജോട്ടയുടെ ഒരു ഇതേ ഓൾമോസ്റ്റ് സെയിം ഓഫ് ഗോള് ഡിസലോ ചെയ്തു. റൊണാൾഡോയുടെ ബോഡി അതായത് ഓഫ് സൈഡിനകത്ത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. പക്ഷേ ആ ഗോള് സ്കോർ ചെയ്തില്ലെങ്കിൽ പോലും അതൊരു പോർച്ചുഗൽ ഈസി ആയിട്ട് ജയിക്കും. അതുകൊണ്ട് നമ്മളതിന് കൂടുതൽ ഡിബേറ്റ്സിനൊന്നും പോകുന്നില്ല. കാരണം അവർക്കൊരു ഡിസേർവ്ഡ് വിൻ തന്നെ ആയിരുന്നു. ജർമ്മനിയേക്കാളും സ്കോട്ട് ലൈനപ്പിലാണെങ്കിലും പ്ലേയിങ് സ്റ്റൈലിലാണെങ്കിലും പോർച്ചുഗൽ തന്നെയാണ് നന്നായി കളിച്ചത്. എസ്പെഷ്യലി അവരുടെ ഒരു ഗെയിം ചേഞ്ച് വന്നത് ആ സെക്കൻഡ് ഹാഫിലെ വിറ്റീനിയ. ഓസം പ്ലെയർ. നമ്മൾ ആ പാരീസ് സെന്റ് ജർമൻ്റെ ഗെയിം കണ്ടാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. വിറ്റീനിയ ക്വാരറ്റ്സ്കീലിയനൊക്കെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ വിറ്റീനിയ കംപ്ലീറ്റ് ആ ഗെയിമെ കൺട്രോൾ ചെയ്ത് കളഞ്ഞു. നന്നായി കളിച്ചു. ഭയങ്കര അട്രാക്റ്റീവായി തോന്നി ആ ഗെയിം. ഒരു ഡിസേർവിങ് വിൻ തന്നെയാണ് പോർച്ചുഗലിന്. പക്ഷേ കപ്പ് വിൻ ചെയ്യോ എന്നുള്ളത് ഐ ഹാവ് ഡൗട്ട് ഓൺ ഇറ്റ്. ബിക്കോസ് ഇന്ന് നടക്കുന്നത് ഒരു 2 വലിയൊരു വൻ ശക്തികളുടെ ഒരു പോരാട്ടമാണ്, സ്പെയിൻ അഗെയിൻസ്റ്റ് ഫ്രാൻസ്. സോ എനിക്ക് തോന്നുന്നില്ല പോർച്ചുഗലിന് അവരുടെ ബീറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്വാഡ് ഡെപ്ത് ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു ടാക്ടിക്സ് അതിന് പറ്റുമെന്നുള്ളത് അതുകൊണ്ട് പുറത്ത് ഒരുപാട് ഡ്രാമാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കളിയാണ്. ലമീൻ യമാൽ, ഉസ്മാൻ ഡംബെല്ലെ, മീഡിയാസ് എല്ലാം പറയുന്നത് ഇന്ന് ആരാണോ ജയിക്കുന്നത് അവർ ബാലൻഡോർ വിൻ ചെയ്യുന്നതാണ്. ഓഫ് കോഴ്സ് അതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരിക്കലും ഇല്ല. കാരണം നാഷൻസ് ലീഗിനെക്കാട്ടിലും വാല്യൂ ആയിട്ടുള്ള ടൂർണമെൻറ്റ് ഇനി നമുക്ക് വരാനിരിക്കുന്നുണ്ട്, ഫിഫ ക്ലബ് വേൾഡ് കപ്പ്. സോ അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ബാലൻഡോർ ഉള്ളത്. അതിൽ PSG അല്ലെങ്കിൽ ഉസ്മാൻ ഡംബെല്ലയുടെ, കിലിയാൻ എംബാപ്പയുടെ ഒക്കെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ബാലൻഡോർ. അല്ലാതെ നാഷൻസ് ലീഗ് ഒരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആണ്, നമുക്ക് പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നത് ഓഫ് കോഴ്സ് ഫ്രാൻസിനാണ്. അവരുടെ ഒരു സ്ക്വാഡ് ഡെപ്ത്, അവരുടെ ഒരു ഡിഫെൻസിൽ അവർ നല്ലൊരു സ്ട്രോങ് ആണ്. ഞാൻ ഓഫ് കോഴ്സ് ഫ്രാൻസിന് കൊടുക്കുന്നത്. സ്പെയിൻ മോശമല്ല. സ്പെയിനിലെ അറ്റാക്കിംഗ് ഇസ് സൂപ്പർബ്. ലൈക്ക് ലമീൻ യമാൽ, നിക്കോ വില്യംസ്, ഡാനി ഓൾമോ, പെഡ്രി, ഇവരൊക്കെ കുഴപ്പമില്ല, നല്ലൊരു ഗെയിം ചേഞ്ചേഴ്സ് ആണെങ്കിൽ പോലും ഫ്രാൻസിൻ്റെ പേസിനെ സ്പെയിൻ്റെ ഡിഫെൻസിന് തടുത്ത് നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫ്രാൻസിൻ്റെ ഡിഫെൻസ് ഓൾസോ ലൈക്ക് നമ്മുടെ ആഴ്സണലിൻ്റെ സലീബ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഫ്രാൻസിൻ്റെ ഒരു ഫസ്റ്റ് ലെവലിൽ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇത്. കാരണം ഡെംബെല്ലെ, ഡുവൊക്കെ ഫസ്റ്റ് ലെവലിൽ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. കാരണം ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞിട്ട് വെറും 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഒരു സെമി ഫൈനൽ ഫസ്റ്റ് ലെവലിൽ ഇടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നോക്കാം. ഞാനൊരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നത് ഫ്രാൻസിനാണ്. ഒരു 1 ഗോൾ അഡ്വാൻറ്റേജിൽ ഫ്രാൻസ് കയറും എന്നാണ്, ഇല്ലെങ്കിൽ പെനാൽറ്റി. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അനലൈസിസ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.